അപ്പോൾ ഇന്ന് ഫിഫയിലെ റയലിന്റെ ദിങ്ങ സ്ക്വാഡിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്ത്യൻ സ്ക്വാഡുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് റയൽ മാഡ്രിഡിൽ ഇനി കളിക്കാൻ പോകുന്നത് മൊത്തം ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് നമ്മൾ ഈ സീസണിൽ ട്രബിൾ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രബിൾ അടിക്കാനായിട്ട് നമുക്കൊരു കോച്ചിനെ വേണം. സോ ഐ ചൂസ്. അങ്ങനെ ഞാൻ സീസൺ സിമുലേറ്റ് ചെയ്ത് എൻഡ് റിസൾട്ടിലേക്ക് നോക്കി. സ്വാപ്പിങ്ങിലൂടെ എംബാപ്പെ കേരളത്തിലേക്ക് പോകുന്നത് ലെവൻഡോസ്കിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 30 ഗോളാണ് അയാൾ അടിച്ചിരിക്കുന്നത്. വെറുതെ അയാളെ നമ്മൾ റോബോട്ട് ലെവൻഡോസ്കി എന്ന് വിളിക്കുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി അസിസ്റ്റിൽ 2ാം സ്ഥാനത്ത് അനിരുദ്ധ താപ്പയുണ്ട്. ജസ്റ്റ് ലീവ് മോഹൻ ബഗാൻ ഗോ ഫോർ റൈ. പക്ഷെ പോകുമ്പോൾ കൂടെ ഇവരും കൂട്ടണം. ടീമിന്റെ ടോപ്പ് സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അഷിക്കുറിനാണ്. ഞങ്ങൾ പ്രമുഖ ഫാൻസ് അസ്വസ്ഥരാണ് ഗൈസ്. ആ അസ്വസ്ഥത എല്ലാ സീസണിലെയും പോലെ വെച്ചോണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് ഒന്ന് നോക്കിയാലോ. 1, 2, 3 നമ്മളില്ല. അതെ, നമ്മൾ കണ്ടിട്ടുള്ളൂ. യെസ്, നമ്മൾ 17ാം സ്ഥാനത്താണ്, റെലഗേഷന് തൊട്ട് മുമ്പ്. ഇനി സൂപ്പർ കോപ്പയിൽ നമ്മൾ ഫൈനലിൽ ബാഴ്സയായിട്ട് 2-1 തോറ്റു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ ബെറ്ററാണ്. കോപ്പ ഡെൽ റേയിൽ നമ്മൾ സെമിയിലോട്ടായി. UCL നമ്മൾ ഇല്ല. ട്രബിൾ അടുത്ത സീസണിലായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്.